കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ വരാതിരിക്കാനാണ് മുൻ LDF സർക്കാർ ശ്രമിച്ചത്. LDFിൻ്റെ ഇതേ നയം തന്നെയാണോ UDF പിന്തുടരുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കാരണം UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു മാസം പിന്നിടുകയാണ്. പക്ഷേ കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന, സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാൻ ഉതകുന്ന PMC പദ്ധതിയെ സംബന്ധിച്ച് ഇതേവരെ UDF സർക്കാർ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. അവരൊരു ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉപസമിതിയുടെ റിപ്പോർട്ട് ഇതേവരെ പുറത്തു വന്നിട്ടില്ല. എങ്ങനെയാണോ മെച്ചപ്പെട്ട ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസം പാവപ്പെട്ടവർക്ക്, സാധാരണക്കാരൻ്റെ മക്കൾക്ക് LDF സർക്കാർ നിഷേധിച്ചത്, അതുതന്നെയാണ് UDF സർക്കാരും ചെയ്യാൻ പോകുന്നത് എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി നിലപാട് വ്യക്തമാക്കണം. കേരളത്തിലെ മതമൗലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി UDF സർക്കാരും ഈ PMC പദ്ധതി നിരാകരിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകണം. പക്ഷേ LDF സർക്കാരും UDF സർക്കാരും ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും ഒരുമിച്ച്. അപ്പം ഞങ്ങൾ പറയുന്നത്, കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാര കൈമാറ്റം നടന്നിട്ടില്ല. നടന്നത് പദവികൾ പരസ്പരം കൈമാറുക മാത്രമാണ്. LDFിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടോ സമീപനമോ UDFിനില്ല. അതുകൊണ്ട് അധികാര കൈമാറ്റം എന്ന് പറയാൻ സാധ്യമല്ല. പദവികൾ പരസ്പരം കൈമാറി. അതായത് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നാൽ ഇപ്രാവശ്യം മുഖ്യമന്ത്രിയായി. നേരത്തെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന ആൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കുന്നു. ഇങ്ങനെയുള്ള പദവികളുടെ ഒരു പരസ്പര കൈമാറ്റം അല്ലാതെ അടിസ്ഥാനപരമായ നയങ്ങളുടെ കാര്യത്തിൽ, രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിൽ LDFും